അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന 5 മത്സരങ്ങളുടെ പരമ്പരയിൽ അവസാന മത്സരം അഹമ്മദാബാദിൽ കഴിഞ്ഞു. ഇന്ത്യ ജയിച്ചു 30 റൺസിന് ഇന്ത്യ ജയിച്ചു. 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു T20 പരമ്പര കൂടി ഇന്ത്യ നേടിയിരിക്കുന്നു. ഇന്ത്യ അജയ്യരായി T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 2024 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ ഒറ്റ T20 പരമ്പര പോലും തോറ്റിട്ടില്ല. ചിലപ്പോൾ സമനിലയായി ഉണ്ടാവാം, പക്ഷേ ഒറ്റ T20 പരമ്പര പോലും അടിയോറ് പറഞ്ഞിട്ടില്ല. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയ വെച്ച് നടന്ന T20 പരമ്പര പോലും ഇന്ത്യ ജയിച്ചു. ഇൻ ബിറ്റ്വീൻ അതും ജയിച്ചു. പിന്നെ ഏഷ്യ കപ്പ് ആ കപ്പ് എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ സൗത്ത് ആഫ്രിക്കയെ തോപ്പിച്ചു, 3-1 ജയിച്ചു, ആ പരമ്പര എടുത്തു. സൂര്യകുമാർ യാദവ് ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒറ്റ പരമ്പര പോലും നമുക്ക് നഷ്ടമായിട്ടില്ല. പക്ഷേ ആസ് എ ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. കഴിഞ്ഞ 20 മേലെ ഇന്നിങ്സിൽ ഒറ്റ സെഞ്ചുറി പോലും പറഞ്ഞിട്ടില്ല. 48 റൺസോ ആണ് ആളെ ടോപ്പ് സ്കോറർ പാകിസ്ഥാനെതിരെ നമ്മുടെ ഏഷ്യ കപ്പിൽ വെച്ച് നടന്ന കളിയിൽ. സൂര്യകുമാർ യാദവ് ബാറ്റർ എന്ന നിലയിൽ പരാജയമാണെങ്കിലും ക്യാപ്റ്റൻസി എന്ന നിലയിൽ കിടിലൻ പെർഫോമൻസ് ആണ്. അത് ക്യാപ്റ്റൻസി മികവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പരമ്പര നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്ത്യ എന്തായാലും ജയിച്ചു. പിന്നെ മാൻ ഓഫ് ദ മാച്ച് ഹാർദിക് പാണ്ഡ്യയാണ്. 25 ബോളിന് 63 റൺസ്, 16 ബോളിനാണ് അദ്ദേഹം 50 അടിച്ചത്. പിന്നെ ഒരു വിക്കറ്റ് നേടി. അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് ഹാർദിക് പാണ്ഡ്യ, മാൻ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ സീരീസ് വരുൺ ചക്രവർത്തിയാണ്. മനോഹരമായ മിസ്റ്റർ സ്പിന്നർ, അദ്ദേഹത്തിനാണ് മാൻ ഓഫ് ദ സീരീസ്. സഞ്ജു ഓപ്പണിങ്ങിൽ അവസാനമായിട്ടൊരു ചാൻസ് കിട്ടി. ഓപ്പണിങ്ങിൽ ഇറങ്ങി അഭിഷേകിന്റെ കൂടെ സഞ്ജു 37 റൺസ് എടുത്തു. അഭിഷേകിന്റെ കൂടെ പവർ പ്ലേയിൽ 64 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ്. ഇതുവരെ അഭിഷേക് ശുഭ്മാൻ ഗിൽ ഉണ്ടാക്കാത്ത ഇമ്പാക്റ്റ് ഒറ്റ കളിയിൽ അഭിഷേക് ഉണ്ടാക്കി. അതിന് പ്രതി സഞ്ജു സാംസൺ ടീമിലെത്തിയല്ലോ. ശുഭ്മാൻ ഗിൽ T20 വേൾഡ് കപ്പിൽ ടീമിലില്ല, സഞ്ജു ടീമിലുണ്ട്. അപ്പം അങ്ങനെ ഇമ്പാക്റ്റ് ആ കളി ഉണ്ടാക്കി. ആ ഇമ്പാക്റ്റ് അടിത്തറ കൊണ്ട് പിന്നാലെ വന്ന നമ്മുടെ തിലക് വർമ്മയായാലും ഹാർദിക് പാണ്ഡ്യ ആദ്യ ബോൾ മുതൽ അങ്ങനെ അടിച്ച് കളിച്ച് ടീം സ്കോർ 231 എത്തിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക മോശം ആക്കിയില്ല. അവർ നല്ല കളി കളിച്ചു. 201-ന് 8 വിക്കറ്റ് ഓവർ കഴിഞ്ഞു. അവർ മികച്ച കളി തന്നെ കളിച്ചു. പക്ഷേ ഇൻ ബിറ്റ്വീൻ വരുൺ ചക്രവർത്തിയും നമ്മുടെ ജസ്പ്രീത് ബുംറയും നന്നായിട്ട് ഡെലിവറി ചെയ്തുകൊണ്ട് അവിടെയും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ ജയിച്ചു. ഇനി ബോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 53 റൺസ്, 4 വിക്കറ്റ്. അടി നല്ലോണം കിട്ടി, പക്ഷെ 4 വിക്കറ്റ് എടുത്തു. ബുംറയാണ് 4 ഓവറിൽ വെറും 17 റൺസ്. പവർ പ്ലേയിൽ ബുംറനെ അറിയിച്ചിട്ടില്ല കേട്ടോ. ബുംറ 4 ഓവറിൽ ഇത്രയും പേരൊക്കെ അടി കിട്ടിയിട്ടും ബുംറ മാത്രം 4 ഓവറിൽ 17 റൺസ്, 2 വിക്കറ്റ്. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ബോളേഴ്സ് നടത്തിയത്. കാരണം 230 റൺസ് ഉള്ള കാരണം കൊണ്ട് ഇത്ര റൺസ് ഇന്ത്യൻ ബോളേഴ്സ് വിട്ടുകൊടുത്താലും വലിയ കുഴപ്പമില്ല. അതിൽ ബുംറയുടെ പ്രകടനം എടുത്തു പറയണം എക്കണോമിയിൽ. പിന്നെ സഞ്ജു സാംസൺ വിക്കറ്റിന് മുന്നിലും വിക്കറ്റിന് പിന്നിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിക്കറ്റിന് മുന്നിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു 37 റൺസ്. നമ്മുടെ അഭിഷേകിന്റെ കൂടെ നല്ല തുടക്കം, പവർ പ്ലേയിൽ 64 റൺസ്. വിക്കറ്റിന്റെ പിന്നിൽ ക്യാച്ചുകൾ എടുക്കുന്നു. പിന്നെ DRS ഡിസിഷൻ മാർക്കോ യാൻസന്റെ അത് ബോൾ എറിഞ്ഞ ബുംറയ്ക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഉറപ്പുണ്ടായിരുന്നില്ല. അവർ എടുക്കേണ്ടെന്ന് നിൽക്കുമ്പോൾ സഞ്ജു സാംസൺ പറയാണ്, നമുക്ക് 2 ചാൻസ് കൂടി ഇല്ലേ, ഒരെണ്ണെടുത്താൽ പോരെ, ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് പോവായാലും നമുക്ക് ഒന്നും ബാക്കിയില്ലെന്ന് പറഞ്ഞ് എടുപ്പിക്കുന്നു. അതിൽ അൾട്രാൻസ് നോക്കുമ്പോൾ ബാറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് ആക്കുന്നു, വിക്കറ്റ് പോകുന്നു. ക്രൂഷ്യൽ വിക്കറ്റ്. കാരണം കഴിഞ്ഞ ഓവറിൽ മാർക്കോ യാൻസൺ 2 സിക്സ് അടിച്ചത്. അപ്പം അങ്ങനെ വിക്കറ്റിന് മുന്നിലും വിക്കറ്റിന് പിന്നിലും മികച്ച പ്രകടനം സഞ്ജു കാഴ്ചവെക്കുന്നു. സഞ്ജു തെളിയിക്കാനുള്ളത് തെളിയിച്ചു. ഞാൻ തന്നെയാണ് തൽക്കാലം ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അഭിഷേകിന് പറ്റിയ കൂട്ട്. 2024 അവർ തെളിയിച്ചാണ് അത്. പക്ഷെ വിരാട് കോഹ്ലി, നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഭാവി വിരാട് കോഹ്ലി ആക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ BCCI മൊത്തം നടന്നു. പക്ഷേ അവസാനം വീണ്ടും കിട്ടിയൊരു അവസരം സഞ്ജു യൂട്ടിലൈസ് ചെയ്തു. ആ യൂട്ടിലൈസ് ചെയ്തത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പാക്കി. ആസ് എ ക്യാപ്റ്റൻ നിലയിൽ സൂര്യകുമാർ യാദവ് വളരെ മികച്ച പെർഫോമൻസ് കാണിക്കുന്നു. പക്ഷേ ബാറ്റർ നിലയിൽ സൂര്യകുമാർ യാദവ് കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഓൾറെഡി തെളിയിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഈ മെല്ലപ്പോക്കും ഇന്ന് ശരിയല്ല. ഇന്നലത്തെ കളിയിൽ അങ്ങനെ 7 പോകുന്ന 5 റൺസ് എടുത്തത്. അതെ, സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് എടുത്തത് 7 പോകുന്ന 5 റൺസ്, ഒരു 4 ഒരു 6 ഇല്ല. സഞ്ജു 22 ബോളിന് 37 റൺസ്, 4 4 2 6. അഭിഷേക് 21 ബോളിന് 34 റൺസ്, 6 4 ഒരു 6. തിലക് വർമ്മ 42 ബോളിന് 73 റൺസ്, 10 4 6. ഹാർദിക് പാണ്ഡ്യ 25 ബോളിന് 63 റൺസ്, 5 4 5 6. ശിവൻ ദുബെ 3 ബോൾ 10 റൺസ്, ഒരു 6 ഒരു 4. 150 160 മേലെയാണ് ബാക്കിയുള്ള എല്ലാവരും സ്ട്രൈക്ക് റേറ്റ്. സൂര്യകുമാർ യാദവിന് മാത്രം 71 സ്ട്രൈക്ക് റേറ്റ്. അത് ഒരു മോശം പ്രകടനമാണ്. മിസ്റ്റർ 360 എന്നുള്ളതിന് 360 എന്ന ലെവലിലേക്ക് നമ്മൾ വാഴ്ത്തി പാടുന്ന സൂര്യകുമാർ യാദവിന് എന്ത് പറ്റിയെന്ന ലെവലിൽ സൂര്യകുമാർ യാദവിന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫോം ഔട്ട് അല്ല, റൺസ് എടുത്തുന്നില്ല എന്നാണ് സൂര്യകുമാർ പറയുന്നത് ന്യായം. എനിവേ ഈ വരുന്ന വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് വരുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള 2020 പരമ്പര വേൾഡ് കപ്പിലൊക്കെ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സൂര്യകുമാർ യാദവിൻ്റെ പെർഫോമൻസ് നമുക്ക് അത്യാവശ്യമാണ്. അത് കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.